എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി തുടങ്ങുവാണ്. നവരാത്രിയുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നവരാത്രിയുടെ ദിവസം 9 ദിവസവും 9 കളറിലുള്ള ഡ്രസ്സ് ഇടണമെന്നാണ് പറയുന്നത്. ഡ്രസ്സ് ഉള്ളവരിടാം, ആ കളറുകളുള്ള ഡ്രസ്സ് ഉള്ളവരിടാം, ഇല്ലാത്തവരിടണ്ട, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ കളർ എന്താണെന്നറിയാമോ? യെല്ലോ. അപ്പോൾ ഇന്നത്തെ കളർ മഞ്ഞയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു. ഇത് മഞ്ഞയെന്ന് പറയാമോ ഓറഞ്ചെന്ന് പറയാമോ ഒന്നും അറിയത്തില്ല, എന്നാലും മഞ്ഞയല്ലേ. അപ്പോൾ ഇതേ കണക്കുള്ള ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ രാവിലെ വീട്ടിലെ ജോലികളൊക്കെ ഏകദേശം ഒതുക്കി കഴിഞ്ഞു. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. ഇനിയിപ്പോൾ വൈകിട്ട് പോകാൻ വിചാരിച്ചു. അതുമല്ല, രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ. വൈകുന്നേരം ആകുമ്പോൾ ധനുഷും കൂടെ കാണാം. അപ്പോൾ അവനെ കൂടെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു രാവിലത്തെ അമ്പലത്തിൽ പോക്ക് വൈകുന്നേരത്തേന് മാറ്റാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വൈകുന്നേരത്തെ അമ്പലത്തിൽ പോകണം. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു, ഭയങ്കര ഇടിയും മഴയുമായിരുന്നു. പക്ഷേ ഇന്ന് അപ്പോൾ നല്ല വെയിലുണ്ട്. അയ്യോ, 10:30 കഴിഞ്ഞു. ധനുഷിന് സ്കൂളിൽ എക്സാം നടക്കുവാണ്. ദീപാവലി എക്സാമാണ്. അവർക്ക് ഈ വർഷം നേരത്തെ തുടങ്ങി. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നവരാത്രിയുടെ 9 ദിവസവും വലിയ ആഘോഷമാണ്. വൈകുന്നേരത്ത് ദാണ്ടിയ കളിയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് ദാണ്ടിയ കളിക്കാനൊക്കെ പോകണം. അപ്പോൾ ഇപ്പം ധനുഷിന് എക്സാമും നടക്കുക. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണോ എന്തോ, വൈകുന്നേരത്ത് ഇനി ഒരുപാട് സമയം വരെ ഇവിടെ ദാണ്ടിയ കളിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് നേരമൊന്നും നിൽക്കത്തില്ല. കാരണം ധനുഷിന് എക്സാം അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അവ എഴുന്നേക്കത്തില്ല. രാത്രിയിൽ ലേറ്റായിട്ടാണ് കിടന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കണ്ടെന്ന് വിചാരിക്കുവാണ്. അപ്പം ധനുഷിനെ വിളിക്കാൻ പോകാനായിട്ടൊക്കെ ഒരുങ്ങുവാണ്. അടുക്കളയിലൊക്കെ എല്ലാ പണികളും തീർത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടെയൊക്കെ ഉള്ളവരെല്ലാം 9 ദിവസം ഉപവാസം എടുക്കും. ഒന്നും കഴിക്കില്ല മീൻസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കത്തുള്ളൂ. നമുക്ക് 9 ദിവസമൊന്നും അങ്ങനെ ഉപവാസം എടുക്കാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ, 9 ദിവസം അരിയാഹാരം കഴിക്കണ്ട എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും അറിയത്തില്ല. രാവിലെ വിളക്കൊക്കെ കൊളുത്തി ഇതൊക്കെ ചെയ്തു. ഇനി ധനുഷിനെ വിളിക്കാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. നല്ല വെയിലാണെന്ന്. ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഉച്ച കഴിയുമ്പോൾ ഇനി മഴയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദാണ്ടി കളിയെല്ലാം കുളമാവും. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വലിയൊരു അമ്പലമുണ്ട്, ദേവിയുടെ അമ്പലമുണ്ട്. നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലും ദേവിയുണ്ട്. അത് കണക്ക് നമ്മുടെ വലിയൊരു അമ്പലമുണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നതാണ് വൈകുന്നേരത്ത് അമ്പലത്തിലേക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് വരട്ടെ ധനുഷിനെ വിളിക്കാനായിട്ട്. സ്കൂളിൽ ധനുഷിൻ്റെ ആദ്യമേ ഹായ് ഹലോ നിങ്ങൾ ധനുഷിൻ്റെ സ്കൂളിൽ നിന്ന് എന്തിട്ട് അയ്യോ അതോട്ട് ഇരുട്ട്. അപ്പോൾ വെള്ളത്ത് ഇന്ന് എന്തരായിരുന്നു ഇന്ന് എന്തരായിരുന്നു പറഞ്ഞ എനിക്ക് അത് ഞാൻ എല്ലാരോടും പറഞ്ഞു. അതെന്ത് എക്സാം ആയിരുന്നല്ലേ? എന്റെ കാലിടിച്ച്. പേര് മഴയായി കഴിഞ്ഞാൽ അങ്ങ് മഴ, വെയിലായി കഥടച്ചേക്കൂ വെയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വെയില്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിപ്പോ. എക്സാമിന്റെ പകുതി ദിവസങ്ങൾ അങ്ങനെ കഴിയും. 3 എക്സാമും കൂടി ബാക്കിയ 11th സ്റ്റാൻഡേർഡിന്റെ ബെസ്റ്റ് ഫൈറ്റ്. അല്ലെങ്കിൽ 10 എക്സാംസ്. അവനതാണ് ഒരു സന്തോഷം. എക്സാമിന്റെ പകുതി എക്സാം കഴിഞ്ഞു, ഇനി കുറച്ച് എക്സാം കൂടെ ഉള്ളു. അതാണ് അവനൊരു സന്തോഷം. പറഞ്ഞാ വന്നത്. ഈ രാവിലെ നാസ്ത കഴിച്ചില്ലേടാ? അപ്പം കഴിച്ചില്ലേ? കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, തരാം. ഹായ്. അപ്പം ഇന്ന് നവരാത്രിയുടെ 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ കളർ ഗ്രീൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ചുരിദാറൊക്കെ ഇട്ട് വന്നേക്കുന്നത്. ഞാനുണ്ടല്ലോ ആദ്യം വിചാരിച്ചതാ ഓരോ ദിവസത്തെ വീഡിയോ വെച്ച് എടുക്കണമെന്ന് വിചാരിച്ചതാ. അതായത് 9 ദിവസമല്ലേ നവരാത്രിയുടെ, 9 ദിവസം 9 വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊക്കെയാണ് ഇന്നലത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല. വൈകുന്നേരത്ത് അമ്പലത്തിൽ പോകണം, ഇവിടെ വൈകുന്നേരത്ത് ദാണ്ടിയുടെ പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ധനുഷിന് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പഠിച്ച് തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവയിരുന്ന് പഠിക്കട്ടെ. പിന്നെ ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒരിത് തോന്നിയില്ല, അവനെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് പോയില്ല, അമ്പലത്തിൽ പോയില്ല. ഇന്നലത്തെ ദാണ്ടിയ പ്രോഗ്രാമിന് ഞാൻ പോയില്ല.
അതുകൊണ്ട് വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് പോകണമെന്നൊക്കെ വിചാരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ, കാരണം നാളെ ധനുഷിന് പരീക്ഷ ഇല്ല, നാളെ സാറ്റർഡേ അല്ലേ. അപ്പം അതുകൊണ്ട് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 2 വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ അല്ല, ഇപ്പോൾ ഉച്ചയായ സമയം. രാവിലെ ഞാൻ കുളിച്ചു പൂജയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോയി ധനുഷിനെയൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ധനുഷ് TV കാണുന്നുണ്ട്, നാളെ എക്സാം ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ എന്തായാലും ഒന്നും എത്താതെ പോയതല്ലേ, അപ്പം ആ വീഡിയോയുടെ ബാക്കി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം അമ്പലത്തിലെ വിശേഷങ്ങളുമായിട്ടൊക്കെ, പിന്നെ ദാണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ. നമ്മുടെ ഇവിടെ അടുത്ത എല്ലാ സ്ഥലത്തും ദാണ്ടിയുടെ പ്രോഗ്രാമുണ്ട്. മാർക്കറ്റിലൊക്കെ വലിയ ദാണ്ടിയ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം പോകണം കാണാനായിട്ട്. നിങ്ങളെയും കൂടെ കൂട്ടുന്നതുണ്ടായിരിക്കും. അപ്പോൾ അയ്യോ ഇന്നത്തെ കാര്യം. അപ്പോൾ ഉച്ചയായി. ഞാനപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. എത്ര മണിയാണെന്നറിയോ? 3 മണിയായി. അപ്പം നമുക്കിനി വൈകുന്നേരത്തെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞങ്ങൾ വൈകുന്നേരത്തെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ്. ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകാനുള്ള സമയം വന്നു. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡിയാക്കും. വരൂ. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൻ്റെ പേര് നാരായണീ ധാം എന്നാണ്. ഇവിടുത്തെ ദേവി നാരായണീ ദേവിയാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. പിന്നെ ഇതൊരു കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനും അതേ കണക്ക് തന്നെ ആഹാരവും നമ്മുടെ ഹോട്ടലിൻ്റെ സിസ്റ്റമാണ്. അത് റൂംസൊക്കെ ഈ അമ്പലത്തിൻ്റെ വെളിയിലോട്ടായിട്ടങ്ങ് മാറിയാം. ഈ അമ്പലം മെയിനായിട്ടും ഗുജറാത്തികളാണ് ഒരുപാട് വരുന്നത്. ഈ മേളിൽ കാണുന്നത് സീലിംഗിൽ ഈ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ അതായത് ഇതൊരു ഗ്രാമമാണ്. ഗ്രാമം മീൻസ് അത്ര വലിയ സിറ്റിയൊന്നുമല്ല, ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ പെയിൻറ്റിങ്സും പിന്നെ ഭഗവാന്മാരുടെ പെയിൻറ്റിങ്സും ഒക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ധനുഷ് ഇങ്ങനെ ഒന്ന് എത്തി നോക്കി, ഇങ്ങനെ കൈ കാണിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവൻ്റെ കൈയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രസാദം മേടിക്കാനായിട്ട് ലൈനിൽ നിൽക്കുവാണ്. നമ്മൾ വന്നപ്പോൾ എന്തായാലും നല്ല ഇതായിരുന്നു. ആരത്തി നടക്കുന്ന സമയമാണ്. അങ്ങനെ ആരത്തിയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് പ്രസാദം മേടിക്കാനുള്ള ലൈനാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല ലഡു കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയത് പായസമാണ്. എന്തുമായാലും അമ്പലത്തിലെ പ്രസാദമല്ലയോ. ഇവിടെ ഗണപതി, ദേവി, അതായത് ദേവി നമ്മുടെ സിംഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ദേവിയാണ് ഇവിടുത്തത്. അതേ കണക്ക് തന്നെ പിന്നെ ശ്രീരാമ ഭഗവാനും ഉണ്ട് ഇവിടെ. ശ്രീരാമൻ, സീത, ഹനുമാൻ ഇവരുണ്ട്. ഇവർ 3 പേരുടെയാണ് പ്രതിഷ്ഠയുള്ളത്. വളരെ വലിയൊരു അമ്പലമാണ്, നല്ല അമ്പലമാണ്. മെയിനായിട്ടും ഇവിടെ ഒരുപാട് വരുന്നത് ഗുജറാത്തികളാണ്. ഗുജറാത്തികളുടെ അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ട്രസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നവരാത്രി നടക്കുന്നതുകൊണ്ട് 9 ദിവസവും ഇവിടെ വിശേഷാൽ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആരത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വിഗ്രഹങ്ങളാണ് ഉള്ളത്. ഇത് ഇവിടെ ഈ കാണുന്നതാണ് ഹനുമാൻ, രാമൻ്റെയൊക്കെ വിഗ്രഹമുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ വിശേഷാൽ പൂജയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പൂജയോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ രാമായണമൊക്കെ നമ്മൾ വായിക്കില്ലേ അമ്പലത്തിലൊക്കെ, അതേ കണക്ക് ഇവരുടെ ഗുജറാത്തികളുടെ ഒരു ബുക്കുണ്ട്, അതിങ്ങനെ വായിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ആരത്തിയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആരത്തി നടക്കുവാണ്. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ ആരത്തിയിൽ നമ്മൾ അമ്പലം അടച്ചിട്ടിട്ട് ഇങ്ങനെ ആരത്തി ചെയ്യത്തില്ലേ, പക്ഷേ ഇവർ അമ്പലം തുറന്നു വെച്ചിട്ടാണ് ആരത്തി ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഓപ്പൺ സ്പേസ് അല്ലേ. അങ്ങനെ നമ്മൾ ആരത്തിയൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ റൂംസൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ കാണുന്നില്ലേ മുന്നിൽ കാണുന്നതാണ് റൂംസൊക്കെ. അത് കണക്ക് അതിൻ്റെ മുന്നിൽ കാണുന്നത് റോസ് ഗാർഡനാണ്. ഇഷ്ടം പോലെ റോസാ ചെടികളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് മാറിയിട്ട് കുറച്ച് മാലയും അമ്പലത്തിലെ വിഗ്രഹങ്ങളും പൂജാ സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് ഒരു മാല മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ നമ്മൾക്ക് കഴുത്തേലിടുന്ന മാലയും പിന്നെ മൂക്കുകുത്തിയും ഒക്കെ ഉണ്ടെന്നുള്ളത് കാണുന്നത്. അന്നേരം ഞാൻ കണ്ടില്ലായിരുന്നു. ഈ വെച്ചിരിക്കുന്നത് നമ്മൾ ചെറിയ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹം ഉണ്ടല്ലോ അതിനുള്ള ഉടുപ്പാണ്. ഇത് രാധയുടെ, നേരത്തെ എടുത്തത് കൃഷ്ണൻ്റെ. ഈ ഞാൻ പറഞ്ഞല്ലോ ഗുജറാത്തികളുടെ അമ്പലമാണെന്ന്. അപ്പോൾ ഗുജറാത്തികൾ ചെറിയ ഈ കൃഷ്ണൻ്റെ ബാലഗോപാലിനെയൊക്കെ വെച്ച് വീട്ടിൽ വെച്ചിട്ടൊക്കെ പൂജ ചെയ്യും. അപ്പോൾ അവർക്കിങ്ങനെ ആ കൃഷ്ണ ഭഗവാനും രാധയ്ക്കും ഒക്കെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് തലയിൽ തലപ്പാവൊക്കെ വെച്ച് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാലയും ചെറിയ മാല, അതായത് ഭഗവാൻ ചെറിയ മൂർത്തിയില്ലേ ബാലഗോപാലൻ്റെ, അപ്പോൾ അതിനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. ഇത് അമ്പലത്തിലേക്ക് മേടിച്ചു കൊടുക്കുന്ന ഇതാണ്. നമ്മൾ സാരിയൊക്കെ അമ്പലത്തിൽ മേടിച്ചു കൊടുക്കത്തില്ലേ, അതിന് പകരമായിട്ട് മേടിച്ചു കൊടുക്കുന്ന ചുറി, ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഇവിടെ ഒരു വലിയൊരു ഫൗണ്ടനുണ്ട്. ഫൗണ്ടൻ എന്നല്ലേടെ കണ്ണ അതിന് പറയുന്നത്? ഈ സൈഡെല്ലാം ഉണ്ടല്ലോ രണ്ട് ചെറിയ ചെറിയ കുറ്റിയായിട്ട് നിൽക്കുന്ന അതെല്ലാം റോസാണ്, റോസ് ഗാർഡൻ. ഇതെല്ലാം രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല, പകലായതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നു. മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ കെട്ടിയേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിരിക്കും. മഴ പെയ്ത് വെള്ളം പെയ്താതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിയേക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം താഴെ വന്നതാണ്. താഴെ വന്നപ്പോഴത്തേനും അവിടെ ദാണ്ടിയ കളി തുടങ്ങി. അപ്പോൾ എനിക്ക് ദാണ്ടിയൊന്നും കളിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഇവരൊക്കെ കളിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഞാനും കളിക്കും, അത്രയേ ഉള്ളൂ. കുറേ വർഷമായില്ലേ ഇവിടെ വന്നിട്ട്. എല്ലാ വർഷവും നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ദാണ്ടിയ കളിയും ഇങ്ങനെ നവരാത്രി ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കളിക്കുന്നത് നോക്കി ദേ ഈ പച്ച സാരി കൊടുത്താണ് ഞാൻ ദേ കളിക്കുന്നത് കണ്ടാ. മുന്നേ ഉള്ളവരെങ്ങനെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി ഞാൻ കളിക്കും. ഞാൻ പിന്നെ കുറച്ച് ചെറിയ പെൺപിള്ളേരുണ്ടല്ലോ അവരുടെ അടുക്കലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തരും, ആൻറ്റി അങ്ങനെയല്ല ആൻറ്റി കളിക്കുന്നത്, ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ എന്തായാലും അവരുടെ കൂടെ അങ്ങ് കൂടും. അതാണല്ലോ നമ്മൾ മലയാളികൾ, എവിടെ ചെന്നാലും ആരുടെ കൂടെ ആയാലും അങ്ങ് കൂടുക. നമ്മളങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അവരുടെ കൂടെ കൂടി. ധനുഷിൻ്റെ കൂടെ കളിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞ് ഞാൻ വരുന്നില്ല, അമ്മ കളിക്കുന്നതെങ്കിൽ കളിച്ചത്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാനായിട്ട്. ഈ ദാണ്ടിയ കളി ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ. എന്തായാലും ഈ 9 ദിവസവും ദാണ്ടിയ കളിയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ വെയിറ്റ് കുറഞ്ഞോളും. കാരണം ഇങ്ങനെ കിടന്ന് ചാടുമല്ലേ, നല്ല പാട്ടുവാട്ടോ. വീണ്ടും കറങ്ങിതേ ഞാനിവിടെ വന്നു. സ്റ്റെപ്പൊക്കെ നല്ലതുപോലെ വെക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം ചുരിദാർ ഇട്ടുകൊണ്ടായിരുന്നു വന്നത്, ഇവിടെ താഴെ ഇറങ്ങി വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളെല്ലാവരും സാരിയാണ് ഉടുക്കുന്നത്, അതുകൊണ്ട് പോയി സാരി ഉടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കയറി പോയിട്ട് സാരി ഉടുത്തിട്ട് വന്നതാണ് ഇപ്പോൾ രണ്ടാമത്. എന്തുവായാലും
ഏതായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദാണ്ടിയ കളി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് പാട്ടിൻ്റെ കാര്യം. നല്ല പാട്ടാണ്. ദാണ്ടിയുടെ പാട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ടൈപ്പിലുള്ള പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴേ ദാണ്ടിയ കളിക്കാൻ അറിയാത്തവരായാലും തന്നെ സ്റ്റെപ്പ് ഇട്ടുപോകും. നമ്മളെ കാലൊക്കെ ഇങ്ങനെ തന്നെത്താനെ ഇങ്ങനെ അനങ്ങിപ്പോവും. അതായത് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെതായ രീതിയിലായാലും പിന്നെ അവരുടെയൊക്കെ നോക്കിയിട്ടായാലും ഒന്ന് ഡാൻസ് ചെയ്യും. നമ്മുടെ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊട്ടിക്കളി. ദാണ്ടിയ കളിയൊക്കെ ചെയ്യുന്നത് ആരാ? ഗുജറാത്തികളാണ്. ഗുജറാത്തികളുടെ ആഘോഷമല്ലേ നവരാത്രി. അവരല്ലേ ഇങ്ങനെ ദാണ്ടിയൊക്കെ കളിച്ചൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ ദാണ്ടിയ കളിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ സൈഡിലോട്ടൊന്നും ഇല്ല. എറണാകുളം, കൊച്ചി അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ദാണ്ടിയ കളി ഉണ്ടെന്ന് തോന്നും. അപ്പം നമുക്കിനി കുറച്ച് നേരം ഞങ്ങളുടെ ദാണ്ടിയ കളി കണ്ടാലോ? അങ്ങനെ ദാണ്ടിയ കളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും അവരവിടെ നിന്ന് ദാണ്ടിയ കളിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ? കുറേ നേരമായില്ലേ ഞാനിങ്ങനെ ഇരുന്ന് കത്തി വയ്ക്കുന്നത്. ബോറാവുന്നുണ്ടോ? ബോറാവുന്നെങ്കിൽ ഒന്ന് പറയണേ. ഒരുപാട് പേരൊന്നും വീഡിയോ കാണുന്നില്ല. കാണുന്നവർക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ.